ഹലോ, ഞാൻ ഒതുക്കി വയ്ക്കുന്നതിനിടയിൽ അമ്മയുടെ വാർഡ്രോബിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ കിട്ടിയിട്ടുണ്ട്. അമ്മ അങ്ങനെ പുരാവസ്തുക്കളങ്ങനെ സൂക്ഷിക്കുന്ന കൂട്ടത്തിലാണ്. അതായത് കുറേ പഴയ സാധനങ്ങൾ അമ്മൻ്റെ കയ്യിലുണ്ടാവും. അമ്മയ്ക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള സാധനങ്ങൾ അമ്മ സൂക്ഷിച്ചെടുത്ത് വയ്ക്കാറുണ്ട്. അപ്പം അങ്ങനെ അല്ലെങ്കിൽ നോക്കിയപ്പോൾ ഒരു ചെറിയ പുരാവസ്തു നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതാണ് സാധനം കേട്ടോ. പഴയ നാനയും അങ്ങനെ എന്തൊക്കെയോ പഴയ സിനിമാ വാരികകളാണ്. അമ്മ ഭയങ്കര ജയൻ്റെ ഫാനൊക്കെ ആയിരുന്നു. നദിയ മൊയ്തുവിനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവൻ്റെ മുമ്പൊക്കെ ഇങ്ങനെ ഫോട്ടോസൊക്കെ ഇങ്ങനെ അയച്ചു കൊടുക്കുമല്ലോ നായകന്മാർ ഇന്നിപ്പോൾ നമുക്ക് എല്ലാവരുമായിട്ടും കോൺടാക്ട് ചെയ്യാനെങ്കിലും ഒരു ഓപ്ഷൻ ഉണ്ട്, ഇൻസ്റ്റാഗ്രാം വഴിയോ ഫേസ്ബുക്ക് വഴിയൊക്കെ. പക്ഷെ അന്ന് അങ്ങനെയൊന്നുമില്ല. അപ്പോൾ അങ്ങനെ അന്ന് ഇങ്ങനെ നദിയ മൊയ്തുവിൻ്റെ ഒക്കെ ഇങ്ങനെ ഫോട്ടോസൊക്കെ അയച്ചു കൊടുത്തു. ഞാൻ ഫോട്ടോസൊക്കെ കണ്ടിട്ടുണ്ട്. അതൊക്കെ ഇതിലുണ്ടോ എന്ന് എനിക്കറിയില്ല. എനിക്കിത് കണ്ടപ്പോൾ തോന്നുന്നത് നമ്മുടെ നാനിയും വനിതയും അങ്ങനെയുള്ള മാഗസിൻസിലുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. നമ്മൾ പറയും ഇതൊക്കെ അവരിൽ തന്നെ ഉണ്ടാവുമോ എന്നുള്ളത് അറിയില്ല, ഫിലിം ആക്ടേഴ്സിൻ്റെ. നമുക്ക് നോക്കാം കേട്ടോ അതെന്തൊക്കെയാണെന്നുള്ളത്. അമ്മ ഇതൊക്കെ നല്ല ഭംഗിയിൽ കെട്ടി വെച്ചിരിക്കുന്ന, പക്ഷെ നമുക്കിത് കാണണമെന്നുണ്ടെങ്കിൽ അഴിക്കണമല്ലോ. അപ്പം അതുകൊണ്ട് നമുക്കിത് അഴിച്ച് കണ്ടതിന് ശേഷം ഇതുപോലെ തന്നെ ഭംഗിയാക്കി കെട്ടി വയ്ക്കാം. അപ്പം ആദ്യം ഒരു വനിതയാണ്. നോക്കാം കേട്ടോ. ഈ വനിതയിൽ തോന്നുന്നു ചിലപ്പോൾ ഏതെങ്കിലും ആക്ടേഴ്സിൻ്റെ കല്യാണ ഫോട്ടോസൊക്കെ അമ്മ അങ്ങനെ വയ്ക്കാറുണ്ട്. നോക്കൂ, ഇതൊക്കെ ഏത് കാലത്തുള്ള സംഭവം. രൂപയ്ക്ക് രൂപമായി അതൊക്കെ എടുത്തു വെച്ചിരിക്കണം. അച്ഛനങ്ങനെ ഒരു ഇതുണ്ട്. അതായത് ഇങ്ങനെയുള്ള GK കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അച്ഛൻ എടുത്ത് വയ്ക്കാറുണ്ട്. അപ്പോൾ രൂപയ്ക്ക് രൂപമായത് ഏത് വർഷമാണ്? ഇതൊക്കെ ഇപ്പോൾ PSCക്ക് പഠിക്കുന്ന ചോദ്യമാണ്. ജൂലൈ 16, 2010. അങ്ങനെയുള്ള എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ ഇതിലുണ്ട്. പക്ഷേ ഇതൊന്നും അല്ലല്ലോ, നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇതിലല്ല തോന്നുന്നുണ്ട്. ഞാനത് മുമ്പ് ഒരിക്കൽ കണ്ടിട്ടുണ്ട്. പിന്നീട് അമ്മ അതിനൊക്കെ എടുത്ത് വെച്ചാണ്. ഇവിടെ മുതലൊക്കെയാണ് നമുക്ക് കുറച്ച്. ഇത് രാഷ്ട്രദീപിക. അന്ന് നോക്കുക 5 രൂപയുള്ളൂ. ഇന്നൊക്കെ ഒരു മാഗസിൻ്റെ വില എന്താ. അപ്പം അന്നത്തെ രക്തസാക്ഷികൾ സിന്ദാബാദ്, വിമല രാമൻ അല്ലേ, ഉർവശിര. ഇത് ഐശ്വര്യ റായ്. എനിക്ക് തോന്നുന്നു ഐശ്വര്യ ഒരിക്കൽ ലോകസുന്ദരിയായിട്ടുണ്ടായിരുന്നല്ലോ, മിസ് വേൾഡ് ആയിട്ടുണ്ടായിരുന്നല്ലോ. അതേ വേദിയിൽ എത്ര വർഷങ്ങൾക്ക് ശേഷം ഒരിക്കൽ പോയിട്ടുണ്ടായിരുന്നു. എനിക്ക് ഇതിൻ്റെ വീഡിയോ ഞാൻ കണ്ടൊരു ഓർമ്മയുണ്ട്. അപ്പം അന്ന് ആരാധ്യമോളിനെയൊക്കെ കൂട്ടിയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ ചിത്രം വന്നത് അമ്മ എടുത്ത് വെച്ചിരിക്കണം കേട്ടോ. ഞാൻ ഇതൊക്കെ കണ്ട ഓർമ്മയുണ്ട്. പക്ഷേ അമ്മ ഫോട്ടോ ഇങ്ങനെ എടുത്ത് വെച്ചത് എനിക്കറിയില്ല. നമുക്ക് വന്നത് സുരേഷ് ഗോപി, മീന. അവൻ്റെയൊക്കെ വിലാസങ്ങളൊക്കെ ഇതൊക്കെ ഇപ്പോൾ ഉള്ളതാണോ നമുക്കറിയില്ല. അശോകൻ ചിരിക്കുമ്പോൾ, ആകാശദൂത്, പഴയ സിനിമകളൊക്കെയാണ്. TN ശേഷനും ഭാര്യയും കൂടിയുള്ള ഫോട്ടോ ആണ് കേട്ടോ. അതിലത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഇതേ പഞ്ചാബി ഹൗസ് 60 ദിവസം. പിന്നീട് അതായത് വർഷം നോക്കൂ, 1998. ഈ ഒരു മാഗസിൻ്റെ വർഷം തുടക്കത്തിലുണ്ടാവുമല്ലോ അല്ലേ, ഞാൻ നോക്കിയില്ല. അത് 98 ആ സമയത്തൊക്കെ തന്നെയാണെന്ന് തോന്നുന്നു. പബ്ലിക്കേഷൻ 1998 ആണ്. 98 5 രൂപ, നവംബർ 2 10ാമത്തെ ഇഷ്യൂ ആണ്. ഓക്കെ, അതേപോലെ മറ്റൊരു ഇത് മഹിളാരത്നമാണ് കേട്ടോ. ഇതൊന്നും ആയിരുന്നില്ല. അമ്മയിൽ കുറേ കളക്ഷൻ ഉണ്ടായിരുന്നു. കുറേ ഒന്നും ഇല്ല തോന്നുന്നു ഇപ്പോൾ. പിന്നെ കുറേയൊക്കെ അവിടെയും ഇവിടെയൊക്കെ വെച്ചിട്ട് ചിലപ്പോൾ ചെതൽ പിടിക്കുക അങ്ങനെയൊക്കെ ചെയ്യുമല്ലോ. അപ്പം അങ്ങനെയൊക്കെ കുറേ മിസ് ഔട്ടായി എന്നാണ് എനിക്ക് തോന്നുന്നത്. ബൊമ്മക്കൊല്ലു, നവരാത്രി, ഈശ്വര. കളക്ഷൻ റിപ്പോർട്ടൊക്കെയാണ്. ഇതൊക്കെ ഇത് വയ്ക്കാൻ പാടില്ല. ഇതിൽ വേറെ കാര്യമായിട്ടൊന്നും ഇല്ല തോന്നുന്നു കേട്ടോ. ഇതിൽ വേറെ അങ്ങനെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊന്നും കാണാനില്ല. പിന്നെ ഇന്ത്യ ടുഡേ, എന്താണ് ആ വർഷത്തെ എന്തെങ്കിലും പ്രത്യേകതകൾ ഉണ്ടാവും തോന്നുന്നു.
ഏത് വർഷത്തെയാണോ, ഏത് വർഷം എന്നുള്ളത് കാണുന്നില്ല. 1997 കേട്ടോ, 1997 കുറച്ച് പ്രശസ്തരായിട്ടുള്ള കപ്പിളൊക്കെ ഉണ്ട്. നമ്മുടെ നസ്രിയ ഫഹദ് അങ്ങനെയുള്ള കുറച്ച് പേരുടെയൊക്കെ ചിത്രങ്ങൾ ഇതിലുണ്ട് കേട്ടോ. ഉർവശി, അങ്ങനെ ഇത് സുരേഷ് ഗോപിയും വൈഫ് രാധികയും കൂടെ ഒരു മോളുണ്ട്. ഇതൊക്കെ ഏത് വർഷത്തെയാ? മഹിളാരത്നം. ഇതിൽ വർഷമൊന്നും കാണുന്നില്ല, ഒരുപാട് പഴയതാകും. അന്നത്തെ പ്രിൻറ്റും പേപ്പറും, പക്ഷേ ഇപ്പോഴും ഇത്രയും ക്വാളിറ്റിയുള്ള പേപ്പറൊക്കെ ഉണ്ടോയെന്നുള്ളതാണ്. ഇവിടെ നിന്ന് ഇങ്ങനെ കുറേ പരിചയമുള്ള കുറേ പേരുടെ നോക്കൂ. ഈ ഫോട്ടോസൊന്നും ഇപ്പോൾ അവരൊക്കെ ഉണ്ടാവുമോ അല്ലേ? അവരുടെ കയ്യിലൊക്കെ ഈ ഫോട്ടോസൊക്കെ ഉണ്ടോ എന്നുള്ളതൊക്കെ ഒരു ഡൗട്ടാണ്. അമിതാഭ് ബച്ചനും ജയഭാരതിയും ജയ ബാദുരിയും. ഇപ്പം ഞാൻ അബദ്ധം കൂട്ടി വായിച്ചപ്പോൾ തെറ്റിപ്പോയതാണ്, വിട്ടേക്കണേ. 1973 വിവാഹിതരായി. അമിതാഭ് ബച്ചനും ജയ ബാദുരിയും. എനിക്ക് ജയയാണെന്ന് മാത്രമേ അറിയുള്ളൂ, ഫുൾ നെയിം എനിക്കറിയില്ല. നോക്കൂ, ലാലേട്ടനും കാവ്യ മാധവൻ ഒക്കെ തുടക്കത്തിലുള്ള സിനിമയിലുള്ളതാണ്. ഈ പിക്ചേഴ്സൊക്കെ ഒന്ന് ട്രെൻഡിങ് ആയിരുന്നല്ലോ അന്നത്തെ കാലത്ത്. എന്താ അനീതിപ്രാവ്, ശാലിനി, മഴവില്ല, സുധീഷ്, സുരേഷ് ഗോപി മക്കള്. ഇത് മൂത്താളാണല്ലേ, നൂലേട്ടോ. കമലഹാസൻ അവേഷൻ മുഖിൻ്റെ ആ സമയത്തുണ്ടായിരുന്നതാ. ദി മമ്മൂക്ക ആൻഡ് ഫാമിലി. ദുൽഖറിൻ്റെ ഒക്കെ ഫേസ് നോക്കൂ, അങ്ങനെ അമ്മനെ എടുത്ത് വെച്ച പോലെ ഉണ്ടല്ലേ. എനിക്ക് മോളെ കാണുന്ന സമയത്ത് അച്ഛനെ പോലെ തോന്നുന്നത്. എന്താ ഇന്നസെൻറ്റും വൈഫും, ശ്രീഭരതൻ ആൻഡ് ഫാമിലി, സിദ്ധാർത്ഥ. ഇത് നോക്കൂ, ഇതായിരിക്കുന്ന KPS, സുജാത, അങ്ങനെ ഫേമസ് ആയിട്ടുള്ള ഗായകരും. ഇദ്ദേഹം ഗായകനല്ല അല്ലേ? ചിത്രാമ്മ. എന്താ അല്ലേ, ചിത്രാമ്മ അപ്പോഴും ഇപ്പോഴും കാണുമ്പോൾ ഒരേപോലെ ഉണ്ട്. സുജാതാമ്മ അങ്ങനെയൊക്കെ തന്നെയാണ്, പക്ഷേ ചിത്രാമ്മയുടെ ഫേസിലൊന്നും ഒരു വ്യത്യാസമില്ല. അന്ന് എങ്ങനെയാണോ അതേപോലെ തന്നെയാണ്. നമ്മുടെ സുജാതാമ്മയൊക്കെ പിന്നെ കുറച്ചുകൂടെയൊക്കെ ഒരു മോഡേൺ ആയില്ലേ, അങ്ങനെ. ഇതൊക്കെ അന്നത്തെ. ഇതെന്താണ്, ഇവരൊക്കെ ഫോട്ടോ നോക്കിയാൽ നേരെ നയൻതാര, ജ്യോതിർമയി, രേണുക, ബീന ആൻ്റണി, കാവേരിയുടെ കല്യാണത്തിൻ്റെ സമയത്തുള്ളതാണ്. ഈ ചിത്രം ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടായിരുന്നു. ഇത് അനീതിപ്രാവിൻ്റെ സെറ്റല്ലേ ആണോ? ജയറാം, അങ്ങനെ കുറേ ചിത്രങ്ങൾ. ഇന്ദ്രജിത്തും വൈഫും, പൂർണിമയും മോളും. അടിപൊളി. അങ്ങനെ ആ ഒരു സെറ്റ് കഴിഞ്ഞു. ഇനിയില്ല തോന്നുന്നു, അതൊക്കെ തന്നെയുള്ളൂ. ഇനിയും ഒരുപാടുണ്ട് കേട്ടോ. ഇനിയും ബാക്കി കുറച്ചെണ്ണം ഉണ്ട്. അതൊക്കെ കൂടി ആകുമ്പോഴത്തേക്കും ഇത് ഒത്തിരി ലെങ്തി ആവും. അപ്പോൾ അതുകൊണ്ട് അത് ഞാൻ വേറൊരു പാർട്ടായിട്ട് ചെയ്യാം.
എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യണം കേട്ടോ. നിങ്ങൾക്ക് ഇനിയും ഇതുപോലത്തെ കാണാൻ താല്പര്യമുണ്ടെങ്കിലും ഇല്ലെങ്കിലും ജസ്റ്റ് പറയാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ അതും പറയണം കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഈ പഴയ ആൽബത്തിലെ കുറച്ച് ഫോട്ടോസ് അമ്മ സൂക്ഷിച്ച് വെച്ചിട്ടുള്ളത്. മിക്കതും ഈ കല്യാണ ഫോട്ടോസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് അതിൻ്റെ ഹൈലൈറ്റ് ആയിട്ടുള്ളത്. ഓക്കെ, മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.